നമ്മുടെ കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുവാനും കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് നാന്ദി കുറിക്കാനും വേണ്ടി ഒരു ഉച്ചകോടി കൊച്ചിയിൽ നടക്കുകയാണ്. ഇന്നലെ എൻ്റെ ഒന്നാം ദിവസമായിരുന്നു, ഇന്ന് അതിൻ്റെ രണ്ടാം ദിവസമാണ്. ഇന്ന് ഉച്ചകോടി അവസാനിക്കും. ബോൾഗാട്ടിലെ ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിലാണ് ഈ പരിപാടി നടക്കുക. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകനും നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയും ഒക്കെയായ പി രാജീവ് തത്സമയം ചേരുകയാണ്. ഇന്നലെയും അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ പി രാജീവ്, താങ്കൾ സംതൃപ്തനാണോ? ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ്. നമ്മുടെ നാടാകെ സംതൃപ്തമാണ്. കാരണം നമ്മൾ ഒറ്റക്കെട്ടായി നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു നല്ല ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളം ലോകത്തിന് മുൻപിൽ വിസിബിളായിരിക്കുന്നു. നമ്മുടെ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളത് എന്ന് കുറേ കൂടി വിസിബിളായിരിക്കുന്നു. വലിയ പങ്കാളിത്തമാണ്, നമ്മൾ പ്രതീക്ഷേനേക്കാൾ അപ്പുറത്തുള്ള പങ്കാളിത്തമാണ്. 26 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ തന്നെ പങ്കെടുക്കുന്നു. 5 രാജ്യങ്ങൾ അവരുടെ പ്രത്യേക സെഷനുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. നമ്മൾ വിളിച്ച മിക്കവാറും ആളുകൾ, ഇപ്പോൾ CAയുടെ പ്രസിഡന്റ് തുടങ്ങി ഇന്ത്യക്കകത്തും പുറത്തും നിന്നും ക്ഷണിച്ചിട്ടുള്ള മിക്കവാറും എല്ലാവരും തന്നെ, ഒഴിവാക്കപ്പെടാനാവാത്ത കാരണങ്ങളാൽ മാറിയവരൊഴികെ ബാക്കി എല്ലാവരും വന്നിരിക്കുന്നു. എല്ലാവരും വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്കും അവിടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാം, വന്ന എല്ലാ പ്രതിനിധികളിലും രാജ്യവ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ മെച്ചപ്പെട്ടതാണ്. ഇന്ത്യയിലെ എല്ലാ സമ്മിറ്റുകളിലും പോയി വന്നിട്ടുള്ള ദേശീയ മാധ്യമങ്ങളുടെ എഡിറ്റർമാർ പലരും വന്നിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് നമ്മുടെ ഈ നേട്ടത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ഇനി അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ ഇതേ ഐക്യത്തോടു കൂടി പോകലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജീവ്, ശരിക്കും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് നന്നായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഉത്സാഹ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് സന്തോഷിക്കാനുള്ള കാര്യമുണ്ട്. കാരണം ഇത്രയധികം വിദേശ പ്രതിനിധികൾ വരുമ്പോൾ നമ്മുടെ സംഘാടക ബലം അതുപോലെ നമ്മുടെ പ്രൊഫഷണൽസും ഒക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ അപ്പുറം ഒരു പ്രൊഫഷണൽ കാര്യം കൂടിയാണല്ലോ. അതിൽ നിങ്ങളുടെ ടീമിന് ഒരു അഭിനന്ദനം നമ്മൾ നേരുന്നു. അതോടൊപ്പം ഈ ഒരുപാട് ഇന്നലെ തന്നെ 33,000 കോടിയുടെ നിക്ഷേപ സാധ്യത തെളിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നും ലുലു പോലെയുള്ള ആളുകൾ ഇന്നാണ് പ്രഖ്യാപിക്കുക. അങ്ങനെ ഒരുപാട് സാധ്യതകൾ. ഒരുപക്ഷെ കേരളം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കടന്ന് ചിന്തിക്കുന്ന ഒരു സമിറ്റായി എന്ന് മാറി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു വീക്ഷണം എങ്ങനെയാണ്? ഒരു ദിവസം കടന്നുപോയല്ലോ. എസ് കെ ആദ്യം പറഞ്ഞ ഭാഗമാണ് ശരി. നമ്മളിത് 2021 ഇതിൻ്റെ ചുമതല വന്നതിന് ശേഷം സമ്മിറ്റ് വേണ്ട എന്ന ചോദ്യം വന്നപ്പോൾ തന്നെ നമ്മളൊരു 3 വർഷം കഴിഞ്ഞിട്ട് മതി. കാരണം നമ്മൾ റോഡാകെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, തടസ്സങ്ങൾ മാറ്റണം. കഴിഞ്ഞ ഗവൺമെൻറ് കുറേ മാറ്റം വരുത്തി, അതെങ്ങനെ പ്രായോഗികമാക്കി കൊണ്ടുവരാം, നമുക്കിനി എന്തെല്ലാം മാറ്റം വരണം. അതിനാദ്യം നമ്മൾ സംരംഭകരാകെ കേട്ടു, അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് നയത്തിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് തന്നെ ഒരു 48 പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ഫിക്കി ഇവരൊക്കെ ചേർന്ന് നടത്തിയ 48 പരിപാടികൾ കഴിഞ്ഞ ഒരു 6 മാസമായി വിശ്രമരഹിതമായ പരിപാടികളായിരുന്നു. നമ്മൾ ആദ്യമായി ഡൽഹിയിൽ ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ബഹുമാനായ മുഖ്യമന്ത്രി പങ്കെടുത്തു, ഞങ്ങളും പങ്കെടുത്തു. ഒരു ഡിന്നർ മീറ്റിംഗ് ആയി, വളരെ നല്ലത്. അപ്പോൾ വിളിച്ച മിക്കവാറും എല്ലാ ഡിപ്ലോമാറ്റ്സും അതിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് നമ്മളുടെ സംസ്ഥാനം ഇതുപോലൊരു ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വർക്കിൻ്റെ പ്രതിഫലനം, നമ്മുടെ ടീമിൻ്റെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള വർക്കിൻ്റെ പ്രതിഫലനം വന്നിട്ടുണ്ട്. നല്ല നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നു. ഞാൻ ശ്രീ നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ പോയി കണ്ടപ്പോൾ 1 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വസതിയിൽ സംസാരിക്കുകയുണ്ടായി. ഓരോ പദ്ധതികളും അതെല്ലാം അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ പുതിയ പദ്ധതികളും ഇനിയും ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകം ദ ലീസ്റ്റ് കറപ്റ്റഡ് സ്റ്റേറ്റ് എന്നാണ്. ഏറ്റവും ചുരുങ്ങ അത് മോൾ തലത്തിന് താഴെ തലങ്ങളിലെല്ലാം ചെറിയ അഴിമതി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ദ ലീസ്റ്റ് കറപ്റ്റഡ് സ്റ്റേറ്റ്, മറ്റെല്ലാം മോസ്റ്റ് കറപ്ഷന് വേണ്ടി മത്സരിക്കുമ്പോൾ നിങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹൈവേയുമായി ചേർന്ന് ഇനി ലോജിസ്റ്റിക് പാർക്കുകൾ കഴിയുമോ എന്നത് അദ്ദേഹം സ്പെയിനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ റോഡ് വീതി കൂട്ടുമ്പോൾ പിന്നീട് ഉപയോഗിക്കാതെ വരുന്ന പഴയ റോഡുണ്ടാവും. അതെങ്ങനെ നമുക്ക് ഞങ്ങളെ ചർച്ച ചെയ്തപ്പോൾ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രങ്ങൾ, ചെറിയ വ്യാപാര അങ്ങനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അതിലും ഹൈവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ പീയൂഷ് ഗോയൽ 2 വിദേശ ഡെലിഗേഷനുകളുമായിട്ടുള്ള ചർച്ച മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ അവിടെ നേരിൽ കണ്ട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് എത്തിയത്. പ്രതിപക്ഷ നേതാവ് വന്നു, മാധ്യമങ്ങളും നല്ല രീതിയിൽ ഇത്തവണ കവറേജ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നാട് ഒറ്റക്കെട്ടാണ് എന്നതാണ് ഇതിലൂടെ വന്നിട്ടുള്ള മാറ്റം. ആർക്കും ഇനി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന അന്തരീക്ഷം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി ഇന്ന് സമാപിക്കുകയാണല്ലോ. അപ്പം കൊച്ചിയിൽ നടക്കുന്ന ഈ പരിപാടി മാധ്യമങ്ങൾ വഴിയൊക്കെ എല്ലാ പ്രേക്ഷകരും അറിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഒരു കാര്യം ചോദിക്കുകയാണ്. കാര്യം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്നും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ചിലർ വന്നിട്ട് ഞങ്ങൾ ഇത്ര നിക്ഷേപിക്കാം, നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പോൾ സാധ്യമാകുമോ, അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷനുകൾക്കാണ് ശ്രമിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി മുഴുവൻ സമയം അവിടെ ചെലവഴിച്ചിരുന്നു. 1-to-1 മീറ്റിങ്ങുകൾ ഇൻവെസ്റ്റേഴ്സുമായിട്ട് നടത്തിയിട്ടുണ്ട്. മറ്റ് റൗണ്ട് ടേബിളുകളെല്ലാം കൂടാതെ തന്നെ ഞങ്ങളും അത്തരത്തിലുള്ള ഒത്തിരി മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ കുറേ EOE വന്നിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 3 മണിയോടുകൂടി നമുക്ക് എത്രമാത്രം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോഴേ രൂപം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ പി രാജീവ്. താങ്കൾക്ക് ഇന്ന് നല്ല തിരക്കിൻ്റെ ദിവസം തന്നെയാണല്ലോ. അപ്പോൾ ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകട്ടെ. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറട്ടെ. താങ്ക് യു ശ്രീ പി രാജീവ്. അപ്പോൾ എന്തായാലും ഉച്ചകോടിക്കുന്ന സമാപനമാണ്. സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യും. ഒരുപാട് വിദേശ പ്രതിനിധികളെ എത്തിയിട്ടുണ്ട്. 26 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്നു ഈ സംസ്ഥാനത്തേക്ക് എന്നുള്ളത് ചെറിയ കാര്യമല്ല. നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ് വ്യവസായ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. എല്ലാവരുടെയും പ്രതിപക്ഷ കക്ഷികളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും പിന്തുണയും ഇത്തവണ ഈ ഉച്ചകോടിക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.